ഇത്തവണ ഭേദപ്പെട്ട വേനൽ മഴ കിട്ടി. അതിനുശേഷം മൺസൂണും വന്നു. ഇതോടുകൂടി KSEBയുടെയൊക്കെ കാൽക്കുലേഷൻ തെറ്റിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിലവിൽ ജലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഡാമുകളുടെ സംഭരണ ശേഷിയുടെ 40% വെള്ളം, സാധാരണ ഇതിൽ ഒരു 15-20% ഒക്കെ രീതിയിലാണ് വെള്ളം വരുന്നത്. പിന്നീട് ഈ ജലവർഷം ആരംഭിക്കുന്നതിന് ശേഷമാണ് ഇവിടെ സംഭരണം കൂടുതൽ വരേണ്ടത്. ജലവർഷം എന്ന് പറഞ്ഞാൽ ജൂൺ 1 തുടങ്ങിയിട്ട് മെയ് 31 വരെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ജൂൺ 1 ആകുന്നതിന് മുമ്പ് ഇത്രയധികം വെള്ളം സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ഇത്തവണ വലിയ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 2018 സമാനമായൊരു പ്രളയത്തിനുള്ള സാധ്യതയുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. എങ്ങനെയായിരിക്കും ഇത്തവണത്തെ അവസ്ഥ? പ്രളയസാധ്യത തള്ളിക്കളയുന്നില്ല ആരും. എല്ലാ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ KSEBയുടെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരുമൊക്കെ അത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജൂൺ 1 ജലവർഷം ആരംഭിക്കുന്നത്. KSEBയുടെ നമ്മൾ മറ്റ് മേഖലയിലുള്ള കണക്കിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവരുടെ കണക്ക്. ജൂൺ 1 ആരംഭിക്കും, മെയ് 31 അത് അവസാനിക്കും. അപ്പോൾ മെയ് 31 അവസാനിക്കുന്ന ജലവർഷം പരിഗണിച്ചിട്ട് അവരൊരു ബേസിക് കാൽക്കുലേഷൻസ് നടത്തിയത്. ആ കാൽക്കുലേഷൻസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെയ് 31 ഇത് അവസാനിക്കുന്ന സമയത്ത് ഓരോ സംഭരണിയിലും 15 മുതൽ 20% വെള്ളമേ പാടുള്ളൂ എന്നുള്ള. അങ്ങനെയാണെങ്കിൽ പിന്നീട് വെള്ളം നിറഞ്ഞ് വലിയ കുഴപ്പമില്ലാത്ത വിധത്തിൽ സ്വാഭാവികമായിട്ടും ഈ സംഭരണികൾക്ക് ജലം സംഭരിച്ച് വെക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ കൊല്ലം എല്ലാം തെറ്റി. കാരണം വെച്ചാൽ KSEBയുടെ ജല മാനേജ്മെൻ്റ് ആകെ തകർന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേറെ ചില കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അവർ കഴിഞ്ഞ വർഷവും അതിന് മുൻപത്തെ വർഷവും എനിക്ക് തോന്നുന്നു ജൂണിലും ജൂലൈയിലും മഴ കുറവായിരുന്നു. അതെ, ഇതൊരു കണക്കുണ്ട്. അതായത് 2020 ഇതേ സമയത്ത് 27% വെള്ളമാണ് ആകെ ഉണ്ടായിരുന്നത്. 2021 36%, 22 ആയപ്പോൾ അത് 33%, 2023 21%, 24 29% എന്ന് പറഞ്ഞാൽ 2012 മുതൽ ഏതാണ്ട് 15 മുതൽ 20% വരെ വെള്ളം എത്തിക്കുന്നതാണ് ഒരു കണക്ക് KSEBയുടെ. പക്ഷേ തുടർച്ചയായിട്ട് പിന്നീട് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴയുണ്ടായില്ല. അപ്പോൾ ഇവരുടെ കാൽക്കുലേഷൻ മൊത്തം തെറ്റി എന്ന് പറയുന്ന പോലെ 2018 അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയും വൻതോതിൽ വെള്ളം വരികയും ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായി ഉയർന്ന ജലനിരപ്പ് കുറയ്ക്കാൻ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നു. അപ്പോൾ ഒന്നിലധികം ഡാമിൻ്റെ ഷട്ടറുകൾ ഒന്നിച്ച് തുറന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതിന് സമാനമായ സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. കാരണം 40% ജലനിരപ്പ് ഉണ്ട് ഇപ്പോൾ ഡാമുകൾ എന്ന് പറഞ്ഞാൽ ജൂൺ 1 മൺസൂൺ വരുന്നത് നമ്മുടെ കണക്കുകൂട്ടൽ. അതിനു മുമ്പേ വന്നു കഴിഞ്ഞു. വരും മാസങ്ങളിൽ മഴ കനക്കുമെന്നും പറയുന്നു. ഇത് കണക്കാക്കുകയാണെങ്കിൽ KSEB വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നീങ്ങില്ല. അല്ല, KSEBയുടെ കൈകളിൽ നിന്ന് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇത് തന്നെയാണ്. അവർ ഈ ജൂൺ ജൂലൈയിൽ മഴ കാര്യമായിട്ട് കിട്ടിയില്ല എങ്കിൽ ജലശോഷണം ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതി കുറേ വെള്ളം അവർ കരുതി വെച്ചു. അങ്ങനെ കരുതി വെക്കാൻ പാടില്ലായിരുന്നു ശരിക്കും. കാരണം അവർക്ക് കൊടുത്തിരിക്കുന്ന വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം ഇതാണ്: ഈ ജലവർഷം ആരംഭിക്കുമ്പോൾ 15-20% മാക്സിമം, അതിൽ കൂടുതൽ സംഭരണികളിൽ വെള്ളം വേണ്ട എന്നുള്ളതാണ്. അതാണ് എല്ലാ വിദഗ്ധരും പറയുന്നത്. അതെപ്പോൾ തെറ്റിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ പ്രളയത്തിനുള്ള സാധ്യതകൾ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 2018 സ്ഥിതി അതായിരുന്നു ശരിക്കും പറഞ്ഞു. അന്ന് പെട്ടെന്ന് മഴ പെയ്ത് സംഭരണികൾ നിറഞ്ഞ് അത് ശേഖരിച്ച് വെക്കാൻ പറ്റാത്ത തരത്തിലെത്തിയപ്പോൾ അവരത് തുറന്നുവിട്ട സമയത്ത് തുറന്നുവിട്ട സാഹചര്യം വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിരുന്നു. കാരണം കടൽ വെള്ളം വലിക്കാത്ത സാഹചര്യം, കെട്ടുവലിപ്പതം എന്ന് വിശേഷിപ്പിക്കുന്ന നാടൻ പ്രയോഗം അതാണ്. ആ സമയത്ത് കടലിലേക്ക് വെള്ളം വരില്ല, കടൽ വെള്ളം എടുക്കില്ല. അപ്പോൾ ഈ കിഴക്കുന്ന് വരുന്ന വെള്ളം മുഴുവനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമതലങ്ങളിൽ നിറഞ്ഞ് വലിയ പ്രളയമായി മാറും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രം പറയുന്നത്. ഇനി ഇവർ ഡാം തുറന്നു വിട്ടാലും നമുക്ക് പ്രളയമൊന്നും ഉണ്ടാവില്ല. എപ്പോഴാണ്? കടൽ വെള്ളം വലിക്കുന്ന സമയത്താണ് എങ്കിൽ എത്ര വെള്ളം വന്നാലും കടൽ വലിച്ച് തീർത്ത് കളയും. ആ സമയത്ത് പ്രളയം ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ ഈ നിയന്ത്രണ സംവിധാനം തയ്യാറായി കഴിഞ്ഞാൽ കടൽ വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത് തുറന്നുവിടാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ കടൽ വെള്ളം വലിച്ചെടുക്കാത്ത സമയത്തായിരിക്കും ഇവരെന്ത് ചെയ്യുന്നത്? തുറന്നുവിടുന്നത്.
അങ്ങനെ തുറന്നു വിട്ടാൽ പ്രളയം ഉറപ്പാണ്. ഈ വർഷം പ്രളയം അങ്ങനെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഈ വിദഗ്ധർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിനൊരു പ്രിക്കോഷൻസ് അവർക്ക് എടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചൊക്കെ വെള്ളം തുറന്നു വിടാം അല്ലേ? അതെല്ലായ്പ്പോഴും ചെയ്യുന്നത്. കാരണം ഡാമിലെ വെള്ളത്തിൻ്റെ നിരപ്പ് ഒരു 15-20% ആക്കാൻ വേണ്ടി ഈ വേനൽക്കാലത്ത് കുറേ വെള്ളം ഡാമിൽ നിന്ന് തുറന്നു വിടും. അപ്പോൾ സംഭരിക്കാൻ പറ്റുമല്ലോ. ഇനി മറ്റൊരു കാര്യം, കാലങ്ങളായിട്ട് നമ്മുടെ നദികളിലെ ഈ ചെളി നീക്കം ചെയ്യണം, അല്ലെങ്കിൽ മണൽ വാരണമെന്ന് പറയുന്നുണ്ട്. ഡാമുകളിലും വൻതോതിൽ ചെളി അടിഞ്ഞ് കിടപ്പുണ്ട്, മണൽ കിടപ്പുണ്ട്. ഇതൊക്കെ നീക്കണമെന്ന് തോമസ് ഐസക്ക് ധനമന്ത്രിയായിരുന്ന സമയത്ത് ചില ആശയങ്ങളൊക്കെ കൊണ്ടുവരികയും കുറച്ചൊക്കെ നടപ്പാക്കുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ മാനേജ്മെൻറ്റ് സംവിധാനം കൃത്യമായി വർക്ക് ചെയ്തില്ലെങ്കിൽ വലിയ ദുരന്തം നമ്മൾ അനുഭവിക്കണം. കാരണം കഴിഞ്ഞ 1-2 ദിവസത്തെ മഴയിൽ കോട്ടയത്ത് മീനച്ചിലാറ് കരകവിഞ്ഞു, അച്ചൻകോവിലാറ് പത്തനംതിട്ടയിൽ കരകവിഞ്ഞു, വയനാട്ടിൽ കബനി നദി വെള്ളപ്പൊക്കം ഉണ്ടായി, ഈ കോരപ്പുഴ കോഴിക്കോട്ട് നിറഞ്ഞൊഴുകി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നദികളെല്ലാം കരകവിഞ്ഞു എന്നും അവിടുത്തെ വൈദ്യുത ഉൽപ്പാദന കേന്ദ്രങ്ങളിലൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായിട്ടും KSEB തന്നെ ഔദ്യോഗികമായി അറിയിച്ചു. ഇപ്പോൾ 2-3 ദിവസത്തെ മഴ കൊണ്ട് ഇത്രയും സംഭവിച്ചുവെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വലിയ അപകടസ്ഥിതി സൃഷ്ടിക്കും. ഇപ്പോൾ പ്രായമായ ആൾക്കാർ, നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർ, ഇവരെയൊക്കെ പെട്ടെന്ന് ഒരിടത്തുനിന്ന് മാറ്റുക എളുപ്പമല്ല. അപ്പം നദിയിൽ ഈ ഡാം തുറന്നു വിടുന്നത് മാത്രമല്ല, കിഴക്കൻ മലയോര മേഖലകളിൽ എപ്പോൾ വെള്ളം പൊങ്ങി അല്ലെങ്കിൽ കനത്ത മഴ പെയ്താലും അത് ഈ ആലപ്പുഴ പോലെയുള്ള, കൊല്ലം പോലെയുള്ള, ഈ തൃശ്ശൂർ പോലെയുള്ള മേഖലകളിലേക്ക് ഒഴുകി വരാം. 2018 നമ്മളത് വലിയ ഉദാഹരണമായി കണ്ട്. ആലുവയും പറവൂരും ഉൾപ്പെടെയുള്ളവ മുങ്ങിപ്പോയി. പത്തനംതിട്ട ഏതാണ്ട് ഈ ആറന്മുള, ചെങ്ങന്നൂർ മുങ്ങിപ്പോയി. ഇതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കും? അതിന് മാത്രം നമ്മൾ കാര്യങ്ങൾ പഠിച്ചോ? അല്ല, ഇതിന് ഗുരുതരമായിട്ട് ഇവർ വരുത്തുന്ന അനാസ്ഥകൾ പ്രധാനപ്പെട്ടതാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മളുടെ ജലാശയങ്ങളിലും അതുപോലെ കായലുകളിലും എക്കലടിഞ്ഞു കൂടിയിട്ടുണ്ട്. നേരത്തെ പ്രകൃതി ഇങ്ങനെ, ഈ സംഭവം എന്നുമുള്ളതാണ്, പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ശരി. പക്ഷേ ആ എക്കലൊക്കെ അന്ന് എടുത്തു മാറ്റുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതുപോലെ നദികളിൽ നിന്ന് മണൽ വരുന്ന സംവിധാനം ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ രാജ്യത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം എന്ന് പറയുന്നത് പുഴമണലായിരുന്നു. പുഴമണൽ വെച്ചിട്ടാണ് നമ്മൾ നിർമ്മിതികളെല്ലാം നടത്തിയിരുന്നത്. പക്ഷേ ഈ പുഴമണൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ കോരി തീർക്കാൻ തുടങ്ങിയോടെ എല്ലാ പുഴയും ഇടിഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോൾ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അതുപോലെ പ്രകൃതി സ്നേഹികൾ പോലും അതിനകത്ത് ശക്തമായിട്ട് ഇടപെട്ടു. അങ്ങനെ മണൽ വാരൽ നിരോധിച്ചു. മണൽ വാരൽ നിരോധിക്കലല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. മണലിനെ ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു സർവൈവൽ സിസ്റ്റം ഉണ്ട് ശരിക്കും പറഞ്ഞു. ആ സർവൈവൽ സിസ്റ്റത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ മണ്ണ് വാരി മാറ്റി ജലാശയങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ആഴം നിലനിർത്തുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് പകരം വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി എന്ന പേരിൽ പെട്ടെന്ന് മണൽ വാരൽ നിരോധിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? നദിയുടെ സ്വാഭാവികമായിട്ടുള്ള ആഴം കണ്ടമാനം കുറഞ്ഞു. കുറച്ച് വെള്ളം ഒഴി വരുമ്പോഴേക്കും നദി കഴിഞ്ഞ് പുറത്തേക്കത് വ്യാപിക്കാൻ തുടങ്ങി. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ പെയ്താൽ മതി, എല്ലാ നദികളിൽ നിന്നും പെട്ടെന്ന് വെള്ളം പൊങ്ങി പരിസര പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നതാണ്. മുമ്പ് അതുണ്ടാകുമായിരുന്നില്ല. മുമ്പ് അതുണ്ടാകാതിരിക്കാൻ കാരണം നദിക്ക് ആവശ്യമായിട്ടുള്ള ആഴമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവിടുത്തെ പ്രശ്നം. രണ്ടാമത്, കായലുകളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കായലുകളിൽ എക്കലും എന്നിങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുക. കായലുകളിൽ മാത്രമല്ല, കായലിനോട് സമീപ പ്രദേശങ്ങളുള്ള പുഴകളിൽ എന്നുവെച്ചാൽ ഊരെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം കയറുന്ന പുഴകളിലും ഈ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. മുമ്പ് അതിനും ഒരു പരിഹാരമുണ്ടായിരുന്നു. അതായത് ഈ കായലുകളിലും അതേപോലെ തന്നെ പുഴകളിലും ഒക്കെ അടിഞ്ഞുകൂടുന്നതായിട്ടുള്ള ചെളി എന്ന് പറയുന്ന സാധനം വാരി അവർ കരക്കിടും. ചെളി വാരും തൊഴിലാളികളുണ്ടായിരുന്നു. അവർ വാരി കരക്കിടും. അത് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ഉണങ്ങി കഴിയുമ്പോൾ അത് ലോറിക്കും മറ്റും ഒക്കെ എന്ത് ചെയ്യും, അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോയി നമ്മളുടെ തെങ്ങിൻ്റെ തടം, തെങ്ങ് കൃഷി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കൃഷിയായിരുന്നു. ഇപ്പം ഇല്ല അതൊക്കെ. അപ്പോൾ ഈ തെങ്ങിൻ്റെ തടത്തിൽ ഈ ചെളി കൊണ്ടുപോയിടും. ആ ചെളി കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് മഴ നന്നായിട്ട് ഉണങ്ങി ചെളിയാണ് അവിടെ കൊണ്ടുവരുന്നത്. മഴ വരുന്ന സമയത്ത് അതങ്ങ് പൊടിഞ്ഞ് മണ്ണിനോട് ചേർന്ന് ഏറ്റവും നല്ല വളമായി മാറും. അതൊരു പ്രക്രിയയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുഴയുടെ എക്കലുകൾ സമ്പൂർണ്ണമായിട്ട് വാരിത്തീർക്കുമായിരുന്നു. തൊഴിലാളികളുടെ ഒരു ജീവിത ഉപാധിയായി മാറിയിരുന്നു. അങ്ങനെ വളരെ കൃത്യമായിട്ട് മണൽ വാരലും അതേപോലെ തന്നെ ചെളി വാരലും അവരുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായി മാറിത്തീരുകയും അങ്ങനെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. സ്വാഭാവിക പ്രവൃത്തിയുടെ ഭാഗമായിട്ട്. പക്ഷേ തെങ്ങ് കൃഷി ഇല്ലാതെ, തെങ്ങിൻ്റെ തടം വെക്കാൻ പോലും ആളുകളില്ലാത്ത സ്ഥിതിയായി. ആരും ചെളി ഇറക്കിയിടുന്നില്ല. അങ്ങനെ ചെളികളൊക്കെ ഈ പുഴകളിലും അതുപോലെ കായലുകളിലും നിറയാൻ തുടങ്ങി. അവയ്ക്കൊന്നും ഇപ്പോൾ ആഴമില്ല എന്നുള്ളതാണ്. വേലിയ ഏറ്റത്ത് മാത്രമാണ് കുറച്ച് വെള്ളം ഉണ്ടാകും. വേലിയിറക്കുന്നത് നമ്മൾ മണ്ണൊക്കെ ഇങ്ങനെ കാണാം, ചെളി. ആ ചെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങിയാൽ അങ്ങനെ തന്നെ താന്നു പോകും. ചെളിയാണ് വെറുതെ.
അപ്പോൾ ഇത് മാറ്റിയാൽ മാത്രമാണ് ഈ പുഴകളും അതേപോലെ തന്നെ കായലുകളൊക്കെ സ്വാഭാവികമായ പുഴകളും സ്വാഭാവികമായിട്ടുള്ള കായലുകളുമായി പ്രവർത്തിക്കുകയുള്ളൂ. ഇതിൻ്റെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മത്സ്യബന്ധനം, മത്സ്യത്തിൻ്റെ പ്രജനനം, വളർച്ച, വലുതാകൽ അതൊക്കെ കുറഞ്ഞു. കായൽ മീനുകൾ ഇന്ന് കാര്യമായി ലഭ്യമല്ല, പുഴമീനുകളും കാര്യമായിട്ട് ലഭ്യമല്ല. കാരണം അവയ്ക്കൊക്കെ ജീവിക്കാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥ കൂടി അതിനകത്ത് തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. മണൽ വാരിയുന്ന പുഴകളിലും ഇതേപോലെ തന്നെയാണ് മീനുകൾ ആവശ്യത്തിനില്ലാത്ത സാഹചര്യം ഉണ്ടായി. നമ്മളതിന് പകരം എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറേ 10,000-കണക്കിന് മീൻ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തുറന്നു വിടുന്ന വാർത്തകൾ പത്രത്തിൽ വരും മാത്രം. അങ്ങനെയല്ല അത് പരിഹരിക്കേണ്ടത്. അത് നല്ലതാണ്. പക്ഷേ അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളിലൊന്ന് ഇങ്ങനെ തുറന്നു വിടുന്നതായിട്ടുള്ള ഈ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വളരാനും അതേപോലെ തന്നെ പ്രജനനം ചെയ്യാനും പെറ്റുപെരുകാനും ഒക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളുണ്ടാവണ്ടേ. അതിന് ഈ ജലാശയത്തിനകത്തുള്ള അവയുടെ ആവാസ വ്യവസ്ഥയുണ്ട്. അതൊക്കെ മുഴുവൻ ഈ മണ്ണ് വന്ന് വീണ് എക്കൽ വന്ന് നിറഞ്ഞ് തകർന്ന് തരിപ്പണായിരിക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് അടിയന്തരമായിട്ട്, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സമൂഹം അടിയന്തരമായിട്ട് ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിഞ്ഞ് ഇതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രളയം വരും മാത്രം ആളുകൾക്ക് പേടിയുള്ളൂ. പക്ഷേ ഈ മത്സ്യങ്ങളുടെ വളർച്ചയും പ്രജനനവും ഒന്നും സാധ്യമല്ലാത്തത് അവർക്ക് പ്രശ്നമല്ല. മത്സ്യത്തൊഴിലാളികളുടെ ജോലി എന്ന് പറയുന്നത് ഇല്ലാതാകുന്നത് പ്രശ്നമല്ല. മണൽ വാരുന്ന തൊഴിലാളികൾക്ക് വംശനാശം സംഭവിച്ചവർക്ക് പ്രശ്നമല്ല. ചെളി വാരുന്ന തൊഴിലാളികളുടെയും വംശനാശം സംഭവിച്ച പ്രശ്നമല്ല. ഇതൊക്കെ എന്താണ് പ്രശ്നമില്ലാതെ പോകുന്നത്? ഇതൊക്കെ പ്രശ്നമാക്കി എടുക്കേണ്ടതാണ്. പരമ്പരാഗത തൊഴിലാളി വർഗമാണത്. അവർക്ക് അവരുടെ ജീവിത വ്യാപാരം നിലനിർത്താനും മുന്നോട്ട് പോകാനായിട്ടുള്ള സൗകര്യങ്ങൾ അടഞ്ഞു പോകുമ്പോൾ അവർ നിസ്സഹായരാണ്, അസംഘടിതരാണ്. അതുകൊണ്ട് അവരുടെ പ്രശ്നം ഏറ്റെടുക്കാൻ ആരുമില്ല. അങ്ങനെ ഉള്ള ഒരു സാമൂഹ്യ വശവും ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം കൃത്യമായി ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമാണ് സന്തുലനമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ആ സന്തുലന ജീവിതാവസ്ഥയിൽ പ്രളയം പോലും വരാനുള്ള സാധ്യതകൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും. കാരണം നമ്മുടെ നദികളെ വീണ്ടെടുക്കുക, പുഴകളെ വീണ്ടെടുക്കുക, കായലുകളെ വീണ്ടെടുക്കുക, അതുവഴി നമുക്ക് പ്രളയത്തെ ഒരു പരിധിവരെയും തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. കിഴക്ക് വൻ മഴ പെയ്താൽ തന്നെ അതൊക്കെ ഈ പറയുന്ന ജലാശയങ്ങളോട് വഴി കടലിലേക്ക് പോയിക്കോളും. അതൊക്കെ അതിൻ്റെ വഴികളായിരുന്നു ശരിക്കും പറഞ്ഞ്. ആ വഴികളൊക്കെ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് ഗവൺമെൻറ് ശ്രദ്ധ തിരിയേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു.